വിദഅത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ജിഫ്രി മുത്തക്കോയ തങ്ങളുടെ വളരെ ഗൗരവമുള്ള ഒരു സംസാരമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം വിദഅത്ത് കണ്ടിട്ട് അതിനെതിരെ നമ്മൾ മൗനം പാലിച്ചാൽ, മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന്റെ ശാപം കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പരിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട പ്രകാരം അത് കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കന്നെ വേണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് വിശദീകരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപം കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ തീർച്ചയാണ് സംഗതി. കാരണം അതുകൊണ്ടൊക്കെയാണല്ലോ നിങ്ങളൊക്കെ ഈ വക കാട്ടിക്കൂട്ടലൊക്കെ ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ ശിർക്കും ബിദ്അത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളും അനാചാരങ്ങളൊക്കെ നിങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ശക്തമായിട്ട് വരുന്നതും അതിനെ തിരുത്തുന്നതും അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അള്ളാഹുവിനെ ഞങ്ങൾ ഭയപ്പെടുന്നു, റബ്ബിന്റെ ശാപം നമ്മൾ പേടിക്കുന്നു. കാരണം ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുക, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, സുന്നത്ത് വിശദീകരിച്ചു കൊടുക്കുക. ആ പരിശുദ്ധ ഖുർആനും സുന്നത്തിലും കൂടി അത് മുന്നോട്ട് പോകാൻ വേണ്ടി ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സത്യവിശ്വാസിയുടെ കടമയാണ്. കാരണം നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നുള്ളത്. അങ്ങനെ ഒരു ഉത്തമ സമൂഹം നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞോട് തന്നെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. കാരണം വിദഅത്ത് കണ്ടിട്ട് പണ്ഡിതന്മാരെ അത് മൗനം പാലിച്ചാൽ അള്ളാഹുവിന്റെ ശാപം കിട്ടും. അതുകൊണ്ടാണ് സമസ്ത പോലെയുള്ള EKAP വിഭാഗം പോലെയുള്ള ദക്ഷിണ സംസ്ഥാന പോലെയുള്ള വിഭാഗങ്ങൾ ഇവിടെ ഷിയാക്കളുടെ ആചാരങ്ങൾ അത് ഇവിടെ കൊണ്ടുവന്ന് സമൂഹത്തെ പ്രചരിപ്പിക്കുമ്പോൾ, അതേ രൂപത്തിൽ തന്നെ കുളിക്കാത്ത നനക്കാത്ത കുറെ ഔലിയാക്കന്മാരുടെ കറാമത്താണെന്നും പറഞ്ഞ് ഇവിടെ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങൾ പറഞ്ഞോട് തന്നെ നമ്മളുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് നമ്മൾ ഏറ്റെടുത്ത് കൃത്യമായി ബിദ്അത്തിനെതിരെ, ശിർക്കിനെതിരെ ശക്തമായി, അനാചാരങ്ങൾക്കെതിരെ, ആത്മീയ ചൂഷണത്തിനെതിരെ ശക്തമായിട്ട് നമ്മൾ പോരാടും. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ കൃത്യമായ ഒരു കാര്യമാണ് തങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ തങ്ങൾ പറഞ്ഞോട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് ബാക്കി കേൾക്കേണ്ടത്. ഇനി തങ്ങൾ അടുത്ത ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് അതിന്റെ നയങ്ങൾ പറയും. അത് ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള വിദ്വേഷം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയോടുള്ള എതിര് കൊണ്ടിട്ടൊന്നല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെ ജോലി അതാണ്. അത് ഇവിടെ ബിദ്അകൾ ഇവിടെ വരുമ്പോ ആ ബിദ്അ ആശയങ്ങളെ തുറന്ന് ജനങ്ങളുടെ മുന്നിൽ വിശുദ്ധമായ ദീനിന്റെ ഇവിടെ നിലനിർത്തും. സമസ്ത അതിന്റെ നയങ്ങൾ പറയും. അത് നിങ്ങൾക്ക് പറയാലോ, നിങ്ങൾക്ക് നിങ്ങളെ നയങ്ങൾ പറയാം. പക്ഷെ അത് ഖുർആനും ഹദീസുമായിട്ട് ബന്ധപ്പെടുത്തി പറയാണ് എങ്കിൽ അതിൽ എന്തെങ്കിലും എടാക്കോടം പറഞ്ഞാൽ അത് നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും. അത് തർക്കമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പറയാം. അത് ഖുർആനുമ തൊട്ട് കളിച്ചിട്ട് അത് വളച്ചൊടിച്ചിട്ട് ഹദീസ് വളച്ചൊടിച്ചിട്ട്, കാരണം ഖുർആനും ഹദീസും സമസ്തക്ക് മാത്രം തന്ന കാര്യമല്ലല്ലോ, ലോക മുസ്ലിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും വെച്ച് പറയുകയാണെങ്കിൽ, അതിലെന്തെങ്കിലും വല്ല ഇടാക്കോടം പറയുകയാണെങ്കിൽ അത് നമ്മൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ പറഞ്ഞ തന്നെ നമ്മളുള്ളതേ, തങ്ങൾ പറഞ്ഞ അതേ ആശയം നമുക്ക് ആരോടും വിദ്വേഷമില്ല, നിങ്ങളോട് വിദ്വേഷമില്ല, ഒരാളോടും ഇല്ല. ഇപ്പൊ നിങ്ങൾ കുറെ ഔലിയാക്കന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്, അവരോട് നമുക്കൊരു വിദ്വേഷം ഉണ്ടോ? ഇല്ല. നമ്മ ഒരാളോടും വിദ്വേഷമോ ഒരാളോട് വൈരാഗ്യമോ ഒന്നുമില്ല. ഇവിടെ വ്യക്തിപരമായിട്ട് ഒരാളെ നമുക്ക് ഒരു വിമർശിക്കേണ്ട കാര്യമില്ല. മറിച്ച് ആശയങ്ങള്, ആദർശം അത് കൃത്യമായിട്ട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ഞാനും പറയണം, തങ്ങളും പറയണം. അത് ഉറപ്പാണ്. അത് നമ്മൾ പറയുന്നത് തിരക്ക്. പിന്നെ എന്തെങ്കിലും പ്രശ്നം നിങ്ങളത് പറഞ്ഞോളി. നിങ്ങൾ ഇസ്ലാമിനെ നിരക്കാത്ത കാര്യങ്ങള്, പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങള്, അനാചാരങ്ങള്, സലഫു സ്വാലിഹ്യങ്ങൾക്ക് പരിചയമില്ലാത്ത പാള കിതാബുകള്, കള്ളക്കറാമത്തുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വിളമ്പിയാൽ അത് നമ്മളത് പിടികൂടുക തന്നെ ചെയ്യും. അല്ലാതെ നിങ്ങളോട് നമുക്ക് വലിയ വൈരാഗ്യം ഉണ്ടോ? ഇല്ല, ഒരാളോടും ഇല്ല. വേറെ ഒരു തങ്ങന്മാരോടും ഇല്ല, ഒരു ഉസ്താദന്മാരോടും ഇല്ല. ഒരാളോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല. അങ്ങനെ ദേഷ്യം വെച്ച് പുലർത്താനും പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ നമുക്ക് പരലോകം രക്ഷപ്പെടണം. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? സമസ്തയുടെ പരിപാടി എന്താ? ബിദ്അത്തിനെ തുറന്നു കാണിക്കുക, ദീൻ നിലനിർത്തുക എന്ന്. ദീൻ നിലനിർത്തുക എന്നുള്ളത് സമസ്തയുടെ മാത്രം കടമയല്ല.
സത്യവിശ്വാസികളുടെ ധാർമ്മികമായ കടമയാണ് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തുക എന്നുള്ളത്. ഖുർആൻ ഹദീസും അത് കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിക്കുക എന്നുള്ളത്, ബിദ്അത്തിനെ അത് തുറന്നു കാണിക്കുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ബിദ്അത്തിൽ മുഴുകി നിൽക്കുകയാണ്. നിങ്ങൾ ഈ പാളക്കിതാബ്, അതേപോലെ തന്നെ സെബീനകൾ, ഏടുകൾ, കുത്തുബിയത്ത്, റാത്തീബ്, ആണ്ട്, കുത്തുമന്നെ എല്ലാ നൂലാമാല കാര്യങ്ങളും നിങ്ങൾ ഈ സമൂഹത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ ബിദ്അത്തിനെതിരെ ശക്തമായി നിങ്ങൾ പോരാടണം. പക്ഷെ നിങ്ങൾ ബിദ്അത്ത് പ്രചരിപ്പിച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ്. ആകട്ടെ, നിങ്ങൾ ഇപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, തങ്ങൾ പറഞ്ഞ ദീൻ നിലനിർത്തുക എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് സംശയം, ഏത് ദീനിനെ പറ്റി നിലനിർത്താനാണ് മൂപ്പര് പറയുന്നത് എന്ന്. അത് സമസ്തക്ക് സമസ്തയുടെ മതം ഉണ്ട്, അതാണോ? അതല്ല അള്ളാഹു റസൂൽ പഠിപ്പിച്ച മതമാണോ? ഏത് ദീനാണ് നിങ്ങൾ നിലനിർത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. തങ്ങൾ പറ. ആ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ ദീൻ, അതിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാവണം ആ ദീനിനെ മനസ്സിലാക്കണം. ആ മാനദണ്ഡം തെറ്റി മനസ്സിലാക്കിയാൽ അവിടെയാണ് വിദ്യാർത്ഥി വന്നുകൊള്ളുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ദീന് അതാണ് ഇവിടെ നിലനിർത്തണം എന്നാണ് ഇപ്പൊ തങ്ങൾ പറഞ്ഞത്. നമുക്കാർക്കും തർക്കമില്ല ആ വിഷയത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത് എന്തോ അത് എന്താണ് നമുക്ക് നൽകിയത്, അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ്, അതനുസരിച്ച് തന്നെ ദീന് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരൊറ്റ കെട്ടാണ്. നേരത്തെ ബിദ്അത്തിനെ എതിർക്കണം, അല്ല ബിദ്അത്തിനെ കണ്ടിട്ട് അത് എതിർത്തില്ല എങ്കിൽ പണ്ഡിതന്മാർക്ക് അള്ളാഹുവിന്റെ ശാപം കിട്ടും എന്ന് പറഞ്ഞു കൊടുത്തും, അള്ളാഹുവിന്റെ ദീന് അത് അള്ളാഹു പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് എന്താണോ അതനുസരിച്ചുള്ള ദീന് അത് മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അവിടുന്ന് തെറ്റുമ്പോഴാണ് ബിദ്അത്ത് വരിക എന്നുള്ളത്. അത് ഓക്കെയാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരേ റൂട്ടിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ അള്ളാഹു റസൂലും പഠിപ്പിച്ച രൂപത്തിലുള്ള അതേ ദീൻ അങ്ങനെ തന്നെ വേണം. അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ വിദ്യത്ത് വരും. പക്ഷെ ഓപ്പോസിറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ഇവിടെ ഈ രൂപത്തിലുള്ള അനാചാരങ്ങൾ സമൂഹത്തിൽ ഉണ്ടായത്. ഇവിടെ സമൂഹത്തിൽ അനാചാരങ്ങൾ പഠിപ്പിക്കുന്നവരാരാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അത് എവിടുന്ന് അതിന്റെ വരവ് എവിടുന്നാണ്, അത് പിടിച്ചത് ആരാണ്, അതിന്റെ കോപ്പി അടിച്ചത് ആരാണ്, എന്നിട്ട് ഇത് പകർത്തി കൊടുത്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ തങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിലൊക്കെ വിശദീകരിച്ചു. ദീൻ നിലനിർത്താന്നൊക്കെ പറഞ്ഞു. ബിദ്അത്ത് കണ്ടിട്ട് അത് എതിർക്കാണ്ടിരുന്ന അള്ളാഹുവിന് ശാപം കിട്ടുമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ദീന് അള്ളാഹു നബിക്ക് കൊടുത്ത ആ ദീന് അത് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ തന്നെ ദീനെ നിലനിർത്തണം എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞ തങ്ങൾ ഇനി പോകുന്ന എവിടേക്കാണ് ആ പോക്ക് എന്നാണ് ഇനി അടുത്ത വീഡിയോ നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ ഒന്നും കൂടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി പ്രചോദനം നൽകുന്ന സംരംഭങ്ങളാണ് ഇതൊക്കെ. ഇത് മനസ്സിലാക്കി നിൽക്കുന്നതായ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ ആചാരങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് മഹാന്മാരും അവരോട് ബന്ധപ്പെട്ടതായ ഉറൂസുകളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ ഇല്ലാതെയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടുന്നതല്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഇവിടെ വന്നുകൂടാൻ പാടില്ല. അങ്ങനത്തെ ഏതെങ്കിലും സ്വഭാവം ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് എതിർക്കുക തന്നെയും, യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ഉറൂസിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്ന ഈ സമ്മേളനം, ഈ സംഗമം ഉദ്ഘാടനം ഇതുവരെയുള്ള സംസാരമൊക്കെ കേട്ടപ്പോഴേ നമ്മൾ വിചാരിച്ച് അള്ളാഹു പ്രവാചകൻ കൊടുത്ത ദീൻ നിലനിർത്തണം, ബിദ്അത്തിനെ ശക്തമായി എതിർക്കണം, അത് കണ്ടിട്ട് എതിർക്കാത്തവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് തങ്ങൾ അവസാനം മലക്കം മാറിയ രംഗം കണ്ടോ? അപ്പൊ ഇതാണ് ഇവരുടെ അഹ്ലുസുന്ന. ഈ അഹ്ലുസുന്നയുടെ സംരംഭം അതാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് സംരംഭം? ഉറൂസൈ മഹാന്മാരെ കബറ് കെട്ടിപ്പൊക്കുക എന്ന് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ ആചാരങ്ങളിൽ പെട്ടതാണ് അത്ര എന്ത് ഉറൂസ്. അതിനോട് ബന്ധപ്പെട്ട കാര്യം അതെന്താ? ഉറൂസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? കബറ് കെട്ടിപ്പൊക്കണം, ജാറം വേണം. ഇപ്പൊ എവിടേക്ക് എത്തി? ഇപ്പൊ ഇതുവരെ തങ്ങൾ പറഞ്ഞു വന്ന് ഇവിടെ നിലനിർത്തണം, അത് ഖുർആൻ പിന്നെ നബി പഠിപ്പിച്ചു തന്ന ദീൻ നിലനിർത്തണം, അള്ളാഹു അത് നബിക്ക് കൊടുത്തത് നിലനിർത്തണം, അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ മനസ്സിലാക്കി അതിനെതിരെ വരുമ്പോൾ അത് വിദ്അത്തായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് തങ്ങൾ പറയാണ് അവസാനം നമ്മുടെ ആശയം ഉറൂസ് അത്രേ.
ഉറൂസും അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന്. ഒരു ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ? ഒരു ഭാഗത്ത് ഉറൂസ് ഉണ്ടാകണമെങ്കിൽ, ഒരു നേർച്ച ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഖബർ വേണം. ഖബറുണ്ടായാൽ പോരാ, അത് കെട്ടിപ്പൊക്കണം. കെട്ടിപ്പൊക്കിയാൽ പോരാ, നിലവിളക്ക് വെക്കണം. പിന്നെ അവിടെ ചെണ്ടയും പീപ്പിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ജാറം വേണം. ഇപ്പൊ എന്തായി? ഇപ്പൊ എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളിപ്പോ ഈ തങ്ങള് വർത്താനം പറഞ്ഞു ഇപ്പൊ സംസാരിച്ചെന്ന് കേട്ടത്? ആ തുടക്കത്തിലൊക്കെ അതിഗംഭീരമായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം അത് ജാറത്തിലേക്ക് എത്തി. ഇതിന് പറഞ്ഞു സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസാചാരങ്ങളിൽപ്പെട്ടതാണ് ഉറൂസ്, അതുമായി ബന്ധപ്പെട്ടത് എന്നതാ എടുക്കണു സംഗതി. അപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചത് അല്ലേ? അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശക്തമായിട്ട് പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ നയങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ നയം അത് ഖുർആനിമ തൊട്ട് കളിക്കുക, ഹദീസിമ തൊട്ട് കളിച്ചിട്ട് കൃത്യമായിട്ട് റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ പ്രചരിപ്പിക്കാൻ നമുക്ക് ആർക്കും ഇല്ല, നമുക്ക് ആർക്കും പ്രശ്നമില്ല. അത് കൃത്യമായിട്ട് നമ്മളെല്ലാവരും അത് കൃത്യമായി ദീൻ പ്രചരിപ്പിക്കേണ്ടവരാണ്. പക്ഷെ അതിൽ വെള്ളം കൂട്ടി പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞില്ല നിങ്ങൾ ഉറൂസ് ഉറൂസ് അതൊക്കെ ജാറം കെട്ടിപ്പൊക്കല്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ ജാറം വിട്ടിട്ടുള്ള കളിയില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, ഇപ്പോ മനസ്സിലായല്ലോ ഇവരെന്ത് ദീനാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ പോകുന്നത്. ആദ്യത്തെ ആധികാരികമായിട്ടൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ച നബിക്ക് അള്ളാഹു കൊടുത്ത ആ ദീൻ നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ കൃത്യമായിട്ട് ദീൻ തൗഹീദ് പഠിപ്പിക്കാനുള്ള പണിയാണെന്ന്. വല്ല ഖബറിലേക്കാണ് കൊണ്ടുപോകുന്നത്, ജാറത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോ ഇതാണ് സമസ്ത. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.